നമസ്കാരം. ബി.ജെ.പിയുമായി ബന്ധപ്പെട്ട് തൃശൂർ ജില്ലാ കമ്മിറ്റിയിൽ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് വന്നത് ചാക്കിൽ കെട്ടിയ 25 കോടി രൂപ. പുറത്തു പറഞ്ഞിരിക്കുന്നത് വേറെ ആരുമല്ല, ബി.ജെ.പിയുടെ ഓഫീസ് സെക്രട്ടറിയായി പ്രവർത്തിച്ച അക്ഷയ് എന്ന ചെറുപ്പക്കാരൻ്റെ തുറന്നു പറച്ചിൽ പുറത്തു വന്നിരിക്കുകയാണ്. സ്വാഭാവികമല്ലേ, ചില മനസമാധാനമില്ലാത്ത യാഥാർത്ഥ്യങ്ങൾ ഉള്ളിൽ പേര് നടക്കുമ്പോൾ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റത്തില്ല. കാര്യം ചെയ്തത് അത്രമാത്രം ഭീകരമായ തെറ്റാണ്. ആ തെറ്റ് അദ്ദേഹം ഇന്നിപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഈ നാട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസമായി ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്രം നൽകിയ കോടാനുകോടി രൂപയിൽ നിന്ന് നേതാക്കന്മാർ വെട്ടിക്കൊണ്ടുപോയ കണക്കുകൾ പുറത്തേക്ക് വരികയാണ്. അതിൽ ചിലർക്കെതിരെ അച്ചടക്ക നടപടികൾ സ്വീകരിച്ചു. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം വെച്ചിട്ട്, അതായത് അക്ഷയ് എന്ന ചെറുപ്പക്കാരൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ നൽകിയിരിക്കുന്ന പ്രതികരണം ഞെട്ടിക്കുന്ന വിവരമാണ്. അതായത് 17 ചാക്കുകളിലായിട്ട് 25 കോടിയോളം രൂപ ബി.ജെ.പിയുടെ ഒരു ജില്ലാ കമ്മിറ്റി ഓഫീസ്, കേരളത്തിലുടനീളം ബി.ജെ.പിക്ക് 30ഓളം ജില്ലാ കമ്മിറ്റി എങ്ങാണ്ട് ഉണ്ട്. കാര്യം ഒരു ജില്ലയെ 2ഉം 3ഉം ആയിട്ടൊക്കെ ഡിവൈഡ് ചെയ്തുകൊണ്ടാണ് അവർ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഒരു പരിഷ്കരണം നടപ്പിലാക്കിയത്. അത് എന്തിനു വേണ്ടിയാണെന്ന് ഇപ്പോഴാണ് ബോധ്യപ്പെടുന്നത്. ഒരു ജില്ലാ കമ്മിറ്റിക്ക് 25 കോടി എന്ന് 17 ചാക്കിൽ കെട്ടിവന്ന തുക കണ്ടിട്ട് അദ്ദേഹം അനുമാനിക്കുകയാണ്. കൃത്യമായി എണ്ണി തിട്ടപ്പെടുത്തിയിട്ടില്ല. എന്തായാലും ആ പണം 25 കോടിയിൽ കുറയാതെ ഉണ്ടായിരുന്നു. അത് അവിടുത്തെ ഭാരവാഹികൾ ചേർന്ന് ചുമന്നുകൊണ്ടുപോയി നേതാക്കന്മാർ പകുത്ത് പങ്കിട്ടെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി എന്ന ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ബി.ജെ.പിയുടെ തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറിയാണ്. 14 എന്ന് പറയുന്നത് ഞാൻ ജൂലൈ 13 ലീവ് കഴിഞ്ഞ് വന്നതിന് ശേഷം എന്നോട് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് എന്നോട് പറഞ്ഞു, ഇവിടെ നിന്ന് തുടരണ്ട, ഇവിടെ നിന്ന് പുറത്തേക്ക് ആക്കണ പോലെ നാളെ സെറ്റിൽമെന്റ് ചെയ്യും, ഇന്നത്തോടുകൂടി എല്ലാം അവസാനിപ്പിക്കാന്നാണ് പറഞ്ഞത്. അതിനിടയിൽ എന്താ ഈ പണത്തിന്റെ ഇടപാടുകൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? ഈ മൊത്തത്തിൽ ഈ കള്ളപ്പണ ഇടപാടുകൾ, അതായത് ഈ പണം ബി.ജെ.പി ഓഫീസിൽ നിന്ന് കടത്തി എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ തിരുവനന്തപുരത്തു നിന്ന് ഉൾപ്പെടെ പ്രത്യേകിച്ച് റിപ്പോർട്ടുകൾ ഉൾപ്പെടെ പുറത്തു വന്നതാണ്. തൃശ്ശൂരിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അതായത് പണം കടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടേക്ക് വന്നിരിക്കുന്നത് ഇലക്ഷൻ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇലക്ഷൻ ഫണ്ട് എന്ന് പറയുന്ന ഒരു തുക വരും. പക്ഷെ തൃശ്ശൂരിൽ സംഘടനാ സെക്രട്ടറി കെ.പി. സുരേഷ്, മുരളി കുളങ്ങാട്ട്, അദ്ദേഹത്തിന്റെ ഡ്രൈവർ രാജേഷ്, ഇവർ 3 പേരുമാണ് ഈ ഇലക്ഷൻ പൈസ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഈ പൈസ ട്രഷററോ അല്ലെങ്കിൽ ഓഫീസ് സെക്രട്ടറി അല്ല, ഇവർ 3 പേരുമാണ്, സംഘടനാ സെക്രട്ടറി അതുപോലെ മുരളി കുളങ്ങാട്ട്, ഇവർ 3 പേരുമാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഈ കൈകാര്യം ചെയ്തിരിക്കുന്ന പൈസ ഇലക്ഷൻ വന്നതാണെന്ന് പറഞ്ഞിട്ടാണ് ആദ്യം അവർ കൈകാര്യം ചെയ്യുന്നത്. പിന്നീട് അത് എനിക്ക് സംശയമായിട്ട് തോന്നിയത് എപ്പോഴാണെന്നുണ്ടെങ്കിൽ, ഒരു വീട്ടിൽ ഗാന്ധിനഗറിലുള്ള ഒരു വീട്ടിൽ കേന്ദ്രീകരിച്ച് ആ വീട്ടിൽ പൈസ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് 1 കോടി എടുത്തു കൊണ്ടുവന്ന് തമിഴ്നാട്ടിലേക്ക് കൊടുത്തയച്ചത് ഞാനും കൂടി ഉണ്ടായിരുന്നു. അതെന്താ വെച്ചാൽ സംഘടനാ സെക്രട്ടറിയുടെ അഭാവത്തിൽ അദ്ദേഹം ഫോൺ ചെയ്ത് പറഞ്ഞതിന്റെ പേരിൽ ഞാനും മുരളി കുളങ്ങാട്ടും കൂടി പോയിട്ടാണ് ആ പൈസ 1 കോടി എടുത്തു വന്നിട്ട് തമിഴ്നാട്ടിൽ ഒരു TN രജിസ്ട്രേഷൻ വണ്ടിയിൽ കയറ്റി വിട്ടത്. പക്ഷെ പിന്നീട് അവിടെ നിന്ന് 2 ദിവസങ്ങൾക്ക് ഇപ്പുറമാണ് അവിടെ നിന്ന് ബാക്കിയുള്ള 17 ചാക്ക് നമ്മുടെ ഓഫീസിലോട്ട് വരുന്നതും ആ ചാക്കുകൾ സംഘടനാ സെക്രട്ടറിയുടെ മുറിയിലേക്ക് കൊണ്ടുപോകുന്നതും പിന്നീട് ഈ ഇലക്ഷൻ റിസൾട്ടിന്റെ തലേ ദിവസം രാവിലെയോട് കൂടിയിട്ട് ഈ പൈസ പുറത്തേക്ക് പോവുകയാണ് ഉണ്ടായിരിക്കുന്നത്. എത്ര രൂപ അങ്ങനെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വന്നു? ഏകദേശം ഒരു 20-25 കോടി രൂപ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആ ചാക്കുകളുടെ എണ്ണം വെച്ച് അതിലുള്ള പൈസയുടെ ഒരു ഏകദേശ രൂപരേഖ ആണ് ഞാൻ പറയുന്നത്. അത് നമുക്ക് വെളിപ്പെടുത്താം. അത് നമുക്ക് പിന്നീട് അത് എവിടേക്ക് പോയെന്നുള്ളതല്ല, അതിന്റെ വണ്ടി നമ്പർ നമ്മുടെ കയ്യിലുണ്ട്, അത് നമുക്ക് പിന്നീട് വെളിപ്പെടുത്താം. 17 ചാക്കാണ്. ചാക്കും ഒരു പച്ച കളർ ബാഗും. ആ പച്ച കളർ ബാഗ് ആ ഓഫീസിൽ അവിടെയുള്ള ഒരു 4-5 സ്റ്റാഫുകൾക്ക് ഡ്രസ്സോ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എടുത്തു വെക്കാനെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലൊരു ബാഗ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. അതിൽ ഈ പണം ഇത് എന്തിനാണ് വന്നത്? അപ്പൊ ഏത് സമയത്താണ് പണം എത്തിയത്? അത് ഇലക്ഷന്റെ പൈസയാകുമ്പോൾ നമുക്ക് അങ്ങനെ പറയാനായിട്ട് സാധിക്കില്ല. പല ദിവസങ്ങളിലായിട്ട് ഇലക്ഷന് മുമ്പായിട്ട് വന്നതാണ്. പക്ഷെ ഇത് ഇലക്ഷന് വന്ന പണം കഴിഞ്ഞിട്ട് ബാക്കി പൈസയാണ് ഞാൻ പറഞ്ഞത്. അത് എവിടെ നിന്ന് വന്നു, എന്ത് വന്നു എന്നുള്ളത് എനിക്കറിയില്ല. എവിടെ നിന്ന് വന്നു എന്നുള്ള കാര്യം അറിയില്ല. അതറിയില്ല. കൊണ്ടുവന്നത് അതും എനിക്ക് പറയാനായിട്ട് സാധിക്കില്ല. കാരണം എന്താ വെച്ചാൽ നമുക്കറിയില്ല. അത് പല വണ്ടികളിലായി പല ഘട്ടങ്ങളിലായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഏത് ഘട്ടത്തിൽ അത് എത്തിയത്? ഇലക്ഷന് മുമ്പായിട്ട് തന്നെ, ഇലക്ഷന് മുമ്പായിട്ട് ഓരോരോ ഘട്ടങ്ങളിലായിട്ട് എത്തിയിട്ടുണ്ട്. അത് എത്ര എന്തെന്നുള്ളത് ഓഫീസ് സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ഞാൻ അറിഞ്ഞിട്ടില്ല, ട്രഷറർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിനും അറിയില്ല. ഇവര് 3 പേരുമാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അവിടെ എത്തിയതിനു ശേഷം പിന്നീട് അത് എങ്ങോട്ടേക്കാണ് മാറ്റിയത്? അത് ആരൊക്കെയാണ് മാറ്റിയത്? അത് അറിയില്ല. അത് നമുക്ക് അറിയില്ല. ആരാണ് ഇത് കൊണ്ടുപോയത്? അപ്പം
കൊണ്ടുപോയതെന്ന് വെച്ചാൽ മനസ്സിലായില്ല. അതായത് അവിടെ നിന്ന് ഓഫീസിൽ നിന്ന് മാറ്റി എന്ന് പറഞ്ഞല്ലോ. ഓഫീസിൽ നിന്ന് അത് മാറ്റി എന്നുള്ളത് പിന്നീട് മനസ്സിലാവണോ? ഇലക്ഷൻ റിസൾട്ടിന്റെ അന്ന് ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഈ പണം പോയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് ഞാൻ പേഴ്സണലി ഞാൻ മനസ്സിലാക്കിയതാണ്. CCTV ഫുട്ടേജ് എന്താ വെച്ചാൽ ഇലക്ഷന്റെ അന്ന് ഉച്ചയ്ക്ക് CCTV ഫുട്ടേജ് അവിടുത്തെ ഓഫീസ് സ്റ്റാഫ് ആയിട്ടുള്ള ഒരു ലേഡി ഉണ്ട്. ആ ലേഡിയും പിന്നെ അവിടെ ഒരു പ്രവർത്തകനുണ്ട്. ആ പ്രവർത്തനം കൂടിയിട്ടാണ് ആ CCTV അവിടുത്തെ DVR മാറ്റുന്നത്. അവിടെ ഇതുവരെ ഉണ്ടായിരുന്ന DVR ഈ ഇലക്ഷൻ റിസൾട്ടിന്റെ അന്നത്തോടുകൂടി അവിടുത്തെ DVR മാറ്റി പുതിയ DVR സ്ഥാപിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തിനാ അങ്ങനെ നടത്തിയിട്ടുള്ളത്? അത് സ്വാഭാവികമായിട്ടും ഇപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാമല്ലോ, അല്ലെങ്കിൽ ഒരു നേതാക്കൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമുള്ള കാര്യമില്ല. കാരണം അത്രയും കള്ളത്തരം നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ DVR അവിടെ നിന്ന് മാറ്റേണ്ട ആവശ്യകത ഇല്ലല്ലോ. ആരാണ് അവിടെ നിന്ന് ഇപ്പം ഇത് ഇങ്ങനെയുള്ള കള്ളത്തരങ്ങൾ നടത്തിയെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? സംഘടനാ സെക്രട്ടറിയുടെ പങ്കുണ്ട്. മുരളി കുളങ്ങാട്ട് എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. പിന്നെ അഡ്വക്കേറ്റ് അനീഷ് കുമാർ, അവരുടെ നേതൃത്വത്തിലുള്ള ഒരു ടീമിന്റെ ഫലമായിട്ടുള്ള ഒരു മുക്കലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഇലക്ഷൻ എത്തിയ പല ഫണ്ടുകളും ഇത്തരത്തിൽ തിരിമറി നടത്തി എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ വന്നതാണ്. തൃശ്ശൂരിൽ എത്രത്തോളം പണം ഇങ്ങനെ മുക്കിയെന്ന് താങ്കൾക്ക് അറിവുണ്ട്? അങ്ങനെ കണക്ക് പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഞാൻ പറഞ്ഞത് 17 ചാക്കാണ് ഞാൻ എന്റെ കൺമുമ്പിൽ കണ്ടത്. അതായത് ആ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് സംഘടനാ സെക്രട്ടറിയുടെ റൂമിലേക്ക് കൊണ്ടുപോയത്. അത് ഇലക്ഷന് ശേഷമാണ് ഉണ്ടായിരിക്കുന്നത്. അത് വീട് ആരെയാന്ന് നമുക്കറിയില്ല. മുരളി കുളങ്ങാട്ടിന്റെ അധീനതയിലുള്ളതാണ് ആ വീടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. CCTV ഓഫ് ചെയ്യാനായിട്ട് എന്നോട് സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് സുജയ് സേൻ എന്ന് പറഞ്ഞ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി. ഞാൻ പറഞ്ഞു ഞാൻ അവിടെ വന്നതിന് ശേഷം എനിക്ക് CCTVയുടെ പോയിട്ട് അവിടെയുള്ള ഈ എന്താ പറയാ ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവർ പറഞ്ഞു തന്നിട്ടില്ല. അപ്പൊ അത് കാരണം എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആ സമയമാകുമ്പോൾ ഒന്ന് മാറി നിന്നാൽ മതി എന്നാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെ മാറി നിന്നിട്ടുണ്ടോ ആ സമയത്ത്? ഇല്ല, അങ്ങനെ മാറി നിൽക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ DVR മാറ്റിയില്ലോ. മാറി നിൽക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. DVR മൊത്തത്തിൽ മാറ്റാണ് ഉണ്ടായത്. നിങ്ങൾ എന്തിനാണ് അവിടെ നിന്ന് പിരിച്ചുവിട്ടത്? അത് കാരണം ഇപ്പൊ ഇത്രയും കാരണം പറയുമ്പോൾ എനിക്കെല്ലാം മനസ്സിലായത് കൊണ്ട് ഞാൻ ഇനി അവിടെ തുടരുന്നത് അവർക്ക് ആപത്ത് എന്നുള്ളൊരു ആലോചനയിലായിരിക്കാൻ മാറ്റിയതെന്നാണ് ഞാൻ. എതിർത്തല്ല, ഞാൻ പ്രസിഡന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇവിടെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഞാനിവിടെ രാത്രി താമസിക്കുന്ന ഒരാളാണ്, എനിക്ക് ഭയമുണ്ട് അവിടെ നിൽക്കാനായിട്ട് ഇത്ര അധികം പൈസ ഉള്ളപ്പോ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അത് ഓഫീസ് സെക്രട്ടറി അന്വേഷിക്കേണ്ട ആവശ്യമില്ല, അത് സംഘടനാ സെക്രട്ടറി നോക്കുന്നു പറഞ്ഞു. ഇത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ രാജീവ് ചന്ദ്രശേഖരനെയും മറ്റും അറിയിച്ചിട്ടുണ്ടോ? ഞാൻ മെയിൽ ഓൾറെഡി അദ്ദേഹത്തിന് അയച്ചിട്ടുണ്ട്. അത് എപ്പോഴാണ് അയച്ചത്? ഞാൻ ഒരാഴ്ചക്ക് മുമ്പ് എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ട എന്റെ പിറ്റേ ദിവസം തന്നെ ഉച്ചയ്ക്ക് ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട്. ഇല്ല, അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നില്ല, യാത്രയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. വൈകാതെ അതിനുള്ള മറുപടി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ അതിനുശേഷം ഈ വെളിപ്പെടുത്തൽ ഇങ്ങനെ വന്ന പശ്ചാത്തലത്തിൽ ഭയമുണ്ടോ? അതായത് ഞാനിപ്പോ ഇത് പറയുമ്പോൾ എന്റെ ജീവന് ഭീഷണി ഏത് വിധേനയും അവരെന്നെ ഭീഷണിപ്പെടുത്തും, അല്ലെങ്കിൽ എന്റെ പിന്നിൽ അവരുണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ട്. എനിക്ക് എന്ത് സംഭവിച്ചാലും പൂർണ്ണ ഉത്തരവാദി സംഘടനാ സെക്രട്ടറി KP സുരേഷ്, അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, സുജയ് സേനൻ, അഡ്വക്കേറ്റ് KR ഹരി, ഇവർക്കാണ് പൂർണ്ണ ഉത്തരവാദിത്തം എനിക്ക് എന്ത് സംഭവിച്ചാലും. ഈ ജസ്റ്റിൻ ജേക്കബ് അടക്കമുള്ള ആളുകൾ അവിടെ ഉണ്ടല്ലോ, അവരുടെ അറിവോടുകൂടിയാണോ ഇത് നടന്നിട്ടുള്ളത്? അത് അദ്ദേഹത്തിന് ചാർജ് നാട്ടികയിലായിരുന്നു. അറിവോടുകൂടി ആയിരിക്കാം, അല്ലായിരിക്കാം, അത് എനിക്ക് പറയാനായിട്ട് പറ്റില്ല. കള്ളപ്പണമാണെന്ന് എങ്ങനെയാണ് ഉറപ്പിക്കുന്നത്? ഇലക്ഷൻ ഫണ്ട് ആണെന്നും പറയപ്പെടുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. കള്ളപ്പണമാണെന്ന് എങ്ങനെയാണ് ഉറപ്പിക്കുന്നത്? ഇലക്ഷൻ ഫണ്ട് ആണെന്നുണ്ടെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞാൽ ആ പൈസ തിരിച്ചു പോവേണ്ടതാണ്, അല്ലെങ്കിൽ അടുത്ത എവിടെയാണോ ഇലക്ഷൻ അവിടേക്ക് ഇലക്ഷൻ ഫണ്ടായിട്ട് പോവേണ്ടതാണ്. അതിലാണെന്നാണ് ആ TN രജിസ്ട്രേഷൻ കാറിൽ കൊടുത്തുവിട്ട ആ 1 കോടി മാത്രം കൊടുത്തുവിട്ടത്. അതിനാണെന്ന് എനിക്ക് തോന്നുന്നു. അത് എന്ത് പർപ്പസിനാണ് ആ TN വണ്ടിയിൽ കൊടുത്തുവിട്ടതെന്ന് എനിക്കറിയില്ല. വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കണം. അതായത് ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഈ ഫണ്ട് സൂക്ഷിച്ചു, തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന അന്നാണ് പിന്നീട് ഈ ഫണ്ട് മാറ്റിയത്. പുറത്തുനിന്ന് ആരെങ്കിലും അധിക്ഷേപം ഉന്നയിച്ചെങ്കിൽ അത് പറയാമായിരുന്നു. പക്ഷേ കണ്ണാലെ കണ്ട കാര്യമാണ്. ഇപ്പോൾ അഭിപ്രായ ഭിന്നതയുണ്ടായപ്പോൾ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന്, ഓഫീസിൽ നിന്ന് പുറത്താക്കാൻ പരിശ്രമം നടത്തി. അതിന്റെ ഭാഗമായിട്ടാണ് സത്യാവസ്ഥ വന്ന് തുറന്നു പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു ജില്ലാ കമ്മിറ്റിക്ക് 25 കോടി വെച്ച് കൂട്ടിയാലും 30 ജില്ലാ കമ്മിറ്റി ആയപ്പോൾ എത്ര കോടിയായി എന്ന് ആലോചിച്ച് നോക്കിയേ. 1000 കോടി രൂപയോളമാകുന്നു. കേരളത്തിലെ BJPയുടെ ജില്ലാ നേതാക്കന്മാരും സംസ്ഥാന നേതാക്കന്മാരും കോടിപതികളായി മാറിക്കഴിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യം കൃത്യമായി ബോധ്യപ്പെടുകയാണ്. പലരും കണക്കിൽപ്പെടാത്ത രീതിയിൽ പണം അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഈ പണത്തെ സംബന്ധിച്ച് പുറത്തു പറയാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് ആ വിഷയത്തിൽ നേതൃത്വം മൗനം അവലംബിക്കുകയാണ്. പരസ്യമായിട്ട് നടപടിയെടുത്തു കഴിഞ്ഞാൽ ഇക്കാര്യം കൈയോടെ പിടിക്കപ്പെടും എന്നൊരു അവസ്ഥ വരുന്നത് കൊണ്ട് തന്നെ ശക്തമായ നടപടിയെടുക്കാൻ കൂടി പറ്റാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. BJPയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള BL സന്തോഷിന് നിരവധി പരാതികൾ നൽകിയിട്ടും നടപടി ഉണ്ടാകാത്തതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് തങ്ങൾ ഈ വിഷയം തുറന്നു പറയുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ നാട്ടിൽ BJPക്കാരായിട്ടുള്ള സാധാരണ മനുഷ്യരെ അവരെ വഞ്ചിച്ചു
അറിഞ്ഞുകൊണ്ട് അവർക്ക് 10 പൈസ കൊടുക്കാതെ കോടാനുകോടി രൂപ ഈ നേതാക്കന്മാർ കട്ടുകൊണ്ടുപോയി അടിച്ചു മാറ്റിക്കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ സ്വന്തം പാർട്ടിയുടെ ഫണ്ട് പോലും കക്കുന്ന മുക്കുന്ന നേതാക്കന്മാരാണ് BJPക്കുള്ളതെന്ന് അതിൻ്റെ ഓഫീസ് സെക്രട്ടറി തന്നെ വെളിപ്പെടുത്തുമ്പോൾ ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. ഇത്രയും കോടി രൂപ അത് പ്രവർത്തകരുടെ കയ്യിൽ എത്തിച്ചിട്ടില്ല, ബൂത്തുകളുടെ പ്രവർത്തനത്തിന് നൽകിയിട്ടില്ല. കാര്യം ആ മണ്ഡലങ്ങളിലൊന്നും വിജയിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് പണം കൊടുത്തു എന്ന് അവർ വ്യാജ രേഖകൾ ഉണ്ടാക്കിയതിന് ശേഷം പണം പതിയെ വീട്ടിൽ കൊണ്ടുപോവുകയാണ്. ഇതിൽ BJPയുടെ ജില്ലാ പ്രസിഡന്റായിരുന്ന KK അനീഷ് കുമാറിനും മുരളി എന്ന വ്യക്തിക്കും മറ്റു ചിലർക്കും പങ്കുണ്ടെന്ന് അദ്ദേഹം പേരെടുത്ത് പറയുന്നുണ്ട്. ഇവരുടെയൊക്കെ പങ്ക് ED വിളിച്ച് അന്വേഷിക്കുകയോ? ഒരിക്കലും ഇല്ലല്ലോ. ഇക്കാര്യത്തിലൊന്നും ED വരണ്ട, കരുവന്നൂരിലേക്ക് ED വാ എന്ന് അവിടെ വായ്ത്താരിയിട്ടിരുന്ന BJPക്കാരുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് തുടർച്ചയായി രണ്ടാമതാണ് കൊടകരയ്ക്ക് ശേഷം വീണ്ടും കള്ളപ്പണം എത്തിയെന്ന് BJPയുടെ ഓഫീസ് സെക്രട്ടറി തന്നെ തുറന്നു പറയുമ്പോൾ കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലായി അത് മാറുകയാണ്.